ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ റൈഡേഴ്സിന്റെ കൂടെയുള്ള യാത്ര തുടരുകയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പോലെ ഒത്തിരി വിശേഷങ്ങൾ നിങ്ങൾക്കായി നമ്മുടെ റൈഡേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. കൗതുകമുണർത്തുന്ന കാഴ്ചകൾ, സഞ്ചാരികളുടെ മനം കവരുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ രുചിയേറുന്ന ഭക്ഷണ വിഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അതിനോടൊപ്പം അധികാരികളിലേക്ക് എത്തിക്കേണ്ട വാർത്തകളും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. കമന്റ് ബോക്സിലൂടെ പ്രേക്ഷകർക്കും വിശേഷങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഇടങ്ങളുമെല്ലാം പങ്കുവയ്ക്കാം. അവിടേക്ക് ഞങ്ങളുടെ റൈഡേഴ്സ് എത്തും. അപ്പോൾ ഒരിക്കൽ കൂടി റൈഡിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. പരിസ്ഥിതി സൗഹൃദ പാർക്കിലൊക്കെ പോയി ആസ്വദിക്കണമെങ്കിൽ നഗരത്തിൽ നിന്ന് അല്പം വിട്ടു സഞ്ചരിക്കേണ്ടി വരും, അല്ലേ? എന്നാൽ കോഴിക്കോടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നഗരഹൃദയത്തിൽ 200 ഏക്കറിൽ ഒരു പാർക്കുണ്ട്. വെറും ഒരു പാർക്കല്ല, ഇതൊരു ജൈവ ഉദ്യാനമാണ്. കോഴിക്കോട്ടെ സരോവരം പാർക്ക്. കനോലി കനാലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. രാജ്യത്തെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട കണ്ടൽക്കാട് സംരക്ഷണ കേന്ദ്രം കൂടിയാണ് സരോവരം പാർക്ക്. ഉദ്യാനത്തിന്റെ വിശേഷങ്ങൾ തേടി യാത്ര തിരിക്കുകയാണ് സമീർ സി മുഹമ്മദ്. കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. നഗരവാസികൾക്ക് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരിടം, ഒപ്പം കണ്ടൽക്കാടുകളുടെ സംരക്ഷണവും. സരോവരം ജൈവ ഉദ്യാനത്തിൽ കാഴ്ചകൾ നിരവധിയുണ്ട്. പോകാം ആ വിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.8 കിലോമീറ്റർ മാത്രം ദൂരം, ബസ് സ്റ്റാൻഡിൽ നിന്ന് 2.2 കിലോമീറ്റർ മാത്രവും പ്രകൃതി ഭംഗിക്ക് പേരുകെട്ട സരോവരം പാർക്കിലെത്താം. നമ്മളങ്ങനെ സരോവരം പാർക്കിൽ എത്തിയിരിക്കുകയാണ്. കനാലിന് കുറുകെയുള്ള ഈ പാലം കടന്നാൽ ഉദ്യാനത്തിലെത്താം. അപ്പോൾ നമുക്ക് പോകാം. കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പരിസ്ഥിതി സൗഹൃദ പാർക്കാണ് സരോവരം ബയോ പാർക്ക്. 200 ഏക്കർ സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഉദ്യാനം. ഈ ജൈവ ഉദ്യാനത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ നടപ്പാത. കനോലി കനാലിനോട് ചേർന്നുള്ള ഈ നടപ്പാതയും ഇരുവശങ്ങളിൽ നിന്നുമായി തൂങ്ങി നിൽക്കുന്ന മരങ്ങളും നയന മനോഹര കാഴ്ചയാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നടപ്പാതയ്ക്കൊപ്പം ബോട്ടിംഗ്, വാട്ടർ പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക്, പക്ഷി സങ്കേതം, മ്യൂസിക്കൽ ഫൗണ്ടൻ, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നല്ല വെതറാണല്ലോ. അപ്പോൾ ഈ മഴയൊക്കെ തോർന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും സുഖം. മനോഹരമായിരിക്കുന്നത്. എനിക്കൊന്ന് സിറ്റിയുടെ തിരക്കിനിടയിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കനാലിനോട് ചേർന്ന ഇരിപ്പിടങ്ങളിൽ സായാഹ്നം ചെലവഴിക്കാനെത്തുന്നത് നിരവധി പേർ. ഞാൻ US വന്നാണ്. അപ്പോൾ അവിടുത്തെ ഇതിനനുസരിച്ചിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം. സോ ബ്യൂട്ടിഫുൾ, നാച്ചുറൽ ബ്യൂട്ടി. 2008 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത പാർക്കിലേക്ക് രാവിലെ 6 മുതൽ 9 വരെ പ്രവേശനം സൗജന്യമാണ്. പിന്നീടുള്ള സമയം മുതിർന്നവർക്ക് 20ഉം കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. രാജ്യത്തെ പ്രധാനപ്പെട്ട 27 തണ്ണീർത്തടങ്ങളിലൊന്നാണ് ഈ ബയോ പാർക്ക്. വിവിധ ഇനം സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയുടെ സുരക്ഷിത താവളമാണിത്. 7 കണ്ടൽ ഇനങ്ങളും 29 അനുബന്ധ ഇനങ്ങളും ഈ പ്രദേശത്ത് വളരുന്നുണ്ട്. ഉദ്യാനത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി ഓപ്പൺ ജിമ്മും സജ്ജീകരിച്ചിട്ടുണ്ട്. ഉണ്ട്, ഡെയിലി വരുന്നതാണ്. ഒരു 7 മണിക്ക് വരും, 9 മണി വരെ ചെയ്യും, തിരിച്ചു പോകും. ഇന്നിപ്പോൾ കുറച്ച് ആൾ കുറവാണ്, മഴയായിട്ടായിരിക്കും തോന്നുന്നു. അതിൻ്റെ നന്നായി പോകണു. കുറച്ചായി, ഇപ്പോൾ 4 വർഷമായി ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിനെ കൊണ്ട് വരുന്നവർക്ക് പണ്ട് നടത്തം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഈ കുറച്ച് വർക്കൗട്ട് ചെയ്യുക. നന്നായി പോകണം. ഇങ്ങനെ ജിമ്മിൻ്റെ ഇതും കൂടി വന്നതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് മോർണിംഗ് വാക്കും നടക്കും, ജിമ്മും നടക്കും. അടിപൊളി, ഉഷാറാണ്, വളരെ ഉഷാറാണ്. നടക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സൗകര്യമാണ്. മഴക്കാലത്ത് മാത്രമല്ല വിഷമം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ജിമ്മ് ആണ് ഇതിന് അപ്പോൾ വയസ്സ് 70 വയസ്സായി, 74 വയസ്സായി. ഇപ്പോൾ ആ കളി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കളിക്കുക. കുറച്ചെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പാർക്കിൽ 34 വ്യത്യസ്ത ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. 11 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ കോരപ്പുഴയെയും കല്ലായിപ്പുഴയെയും ബന്ധിപ്പിക്കുന്നു.
കോഴിക്കോട്ടെത്തുന്നവർ സരോവരം പാർക്ക് തീർച്ചയായും കാണണം. യാത്രയും പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവർക്ക് നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ. രാജേഷ് വെള്ളരിക്കുണ്ടിനും ആശിഷിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. കോഴിക്കോട് പോകുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാവരും പോകുന്ന ഒരിടം ബീച്ചാണെങ്കിലും ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനി എന്നൊക്കെ പറയുന്ന പോലെ നഗരത്തിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. ആ നഗരത്തിൻ്റെ ഒരു സ്വഭാവത്തെ തന്നെ നിശ്ചയിക്കുന്ന ഒരു ഇടം കൂടിയാണ് സരോവരം പാർക്ക്. അവിടെ ആ 74 വയസ്സുള്ള ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, വർക്കൗട്ട് ചെയ്യുക എല്ലാ ദിവസവും. അങ്ങനെ ഒരു പുതിയ ശീലത്തിന് കൂടി അവിടുത്തെ ഓപ്പൺ ജിം തുടക്കമിടുന്നു. അങ്ങനെ ഒരു ആരോഗ്യപൂർണ്ണമായ ഒരു സംസ്കാരം കൂടി വളർത്താൻ ആ പാർക്കിന് സാധിക്കുന്നുണ്ട്, ആ ജൈവ വൈവിധ്യത്തിനപ്പുറത്തേക്ക്. അപ്പോൾ നഗരമധ്യത്തിലെ മനോഹരമായ സരോവരം പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു. ഇനി മറ്റൊരു ഭംഗിയുള്ളൊരിടത്തേക്കാണ്, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. ചെറുതും വലുതുമായ ഒരുപാട് മനോഹര വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല. അത്തരത്തിലൊരിടമാണ് ആര്യങ്കാവിന് സമീപമുള്ള കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. കാട്ടരുവിയിലൂടെ 250 അടി താഴ്ചയിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ആര്യങ്കാവിലെത്തുന്നത്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി എ വി ജയശങ്കർ നടത്തിയ യാത്ര. മനുഷ്യനെ ഒരിക്കലും മടുപ്പിക്കാത്തതാണ് പ്രകൃതിയുടെ വശ്യത. അത് നമ്മളിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ വശ്യ കാഴ്ചകളുള്ള ഒരിടമാണ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിന് സമീപത്തെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. കാടിന് നടുവിലെ ഈ വെള്ളച്ചാട്ടം നമുക്ക് പകരുന്നത് വലിയ ആനന്ദമാണെന്നാണ് പലരും പറയുന്നത്. ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്, കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക്. വെള്ളത്തിൻ്റെ ഇരമ്പൽ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഇനിയും കാത്തിരുത്തി ബോറടിപ്പിക്കുന്നില്ല, കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ആളും മനുഷ്യൊന്നും ഇല്ലാത്ത മൊത്തത്തിൽ ഒഴിഞ്ഞെടുക്കുകയാണല്ലോ. 2 ദിവസം ഇതിൻ്റെ അവധി ആയതുകൊണ്ട്, പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ടാണ് ആളില്ലാത്തത്. അവധി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആളുകളും ബഹളമൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ ശരിക്കും ആളുകൾ. അച്ചൻകോവിലിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ ദൂരെ ഉൾവനത്തിലാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. ചിന്നത്തൂവലിൽ നിന്നും ആരംഭിക്കുന്ന അച്ചൻകോവിലാറിന്റെ കൈവഴിയും പുലിക്കവല, കാനയാർ അരുവികളും ചേർന്നാണ് കുംഭാവുരുട്ടിയിൽ വെള്ളച്ചാട്ടമുണ്ടാകുന്നത്. കാട്ടരുവിയിലൂടെ 250 അടി താഴ്ചയിലേക്ക് കറുത്ത കരിമ്പാറകളിൽ പാറക്കെട്ടുകളിൽ തട്ടി വെള്ളം ചിന്നിച്ചിതറുന്നത് ആരെയും മോഹിപ്പിക്കുന്ന കാഴ്ചയാണ്. കാഴ്ചകൾ ആസ്വദിക്കാനും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. നമ്മളെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വനാതിർത്തികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ തൂവൽമല എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് ഈ പ്രധാന ആറ്, അതായത് അച്ചൻകോവിൽ ആറ് ഉത്ഭവിച്ചിങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ഏകദേശം ഒരു 10 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം, അതായത് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഒരു വർഷം ഇവിടെ എത്തുന്ന ശരാശരി സഞ്ചാരികളുടെ എണ്ണം 6 ലക്ഷത്തിലധികമാണ്. അത്രമാത്രം മനുഷ്യനെ മോഹിപ്പിക്കുന്നുണ്ട് ഇവിടം.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിക്കുന്നത്. അതും ഒരു കാടിന് നടുവിൽ. ഒരു രക്ഷയില്ല, പൊള്ളിയാണ്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിന് വീര്യം കൂടുന്നത് മഴക്കാലത്താണ്. അതുകൊണ്ട് മഴക്കാലത്ത് ഇവിടെ തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും. വെള്ളച്ചാട്ടം കൂടാതെ ഇവിടെ നിന്നും ട്രെക്കിങ്ങിന് പോകാനും സൗകര്യമുണ്ട്. കനത്ത ഉൾക്കാട്ടിലൂടെ നടത്തുന്ന ട്രെക്കിംഗ് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും കണ്ട് കാടിറങ്ങാം. അതായത് വനം ആസ്വദിച്ച് വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു സുന്ദരമായ ഒരു മേഖലയാണിത്. കാര്യം എന്ന് വെച്ചാൽ കാനന വീതികളിൽ തന്നെയാണ് ഇതിനുള്ള യാത്ര. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പോലും തമിഴ്നാടിൻ്റെ അതിർത്തി കഴിഞ്ഞ് ഏകദേശം 6 കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മൾ ഈ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ എത്തുന്നത്. അതുവഴി വരുമ്പോൾ ഏകദേശം ഒരു 10-35 കിലോമീറ്റർ താണ്ടി നമ്മൾ കേരളത്തിൽ നിന്ന് പുനലൂരിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ 35 കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ പൂർണ്ണമായിട്ടും കാടിനുള്ളിലുള്ള വെള്ളച്ചാട്ടമാണ്. സഞ്ചാരികൾക്കും ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഭാഗത്തുള്ളത്. ധാരാളം വന്യമൃഗങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിലും എല്ലാ മൃഗങ്ങളെയും സഞ്ചാരികൾക്ക് കണ്ടുപോകാനുള്ളൊരു അവസരം. ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് വനം വകുപ്പ് പ്രത്യേക ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയും മുതിർന്നവർക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. വണ്ടികൾക്ക് പ്രത്യേകം ഫീസ് നൽകണം. ഇനി അറിയേണ്ടത് ഇങ്ങോട്ട് എങ്ങനെ വരണമെന്നല്ലേ, പറഞ്ഞുതരാം. ചെങ്കോട്ട അച്ചൻകോവിൽ പാതയിൽ നിന്നും 6.5 കിലോമീറ്റർ ഉൾവനത്തിലാണ് കുംഭാവുരുട്ടി. കൊല്ലത്ത് നിന്നും തെന്മല കയറി തമിഴ്നാട്ടിലെ ചെങ്കോട്ട വഴിയും കേരളത്തിലൂടെ പുനലൂർ, അലിമുക്ക്, അച്ചൻകോവിൽ വഴിയും കുംഭാവുരുട്ടിയിലെത്താം. ആളൊന്നിന് 50 രൂപ നിരക്കിലാണ് ഇവിടെ ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. 5 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് 25 രൂപ നിരക്കിൽ. പിന്നെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട്. വാഹനങ്ങളുടെ 2 വീലർ, 3 വീലർ, 4 വീലർ അനുസരിച്ച് 30, 50, ഇങ്ങനെ 75, 150 ഇങ്ങനെ ഓരോ വാഹനത്തിൻ്റെ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ലേഡീസും ജെൻസിനും കുളിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആണുങ്ങൾക്ക് ഇത് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗവും പിന്നെ ലേഡീസിന് താഴത്തെ ഭാഗവും വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് കൊല്ലം കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ, വിശേഷങ്ങൾ. അപ്പോൾ കയറി വാട മക്കളെ. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലാലിനുമൊപ്പം എ വി ജയശങ്കർ, കൊട്ടാരക്കര. മനോഹരമായ കാടിന് നടുവിലൂടെ ചെറിയൊരു ട്രെക്കിംഗ്. കുറച്ച് നടന്നു വിയർത്ത് ചെന്നാൽ അവിടെ തണുത്ത വെള്ളത്തിൽ ഒരു കുളി. ആഹാ, അന്തസ്. ഏതായാലും ഈ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന അച്ചൻകോവിലാറിൻ്റെ തുടക്കം അവിടെ നിന്നാണെന്ന് കേൾക്കുമ്പോൾ പോകാനൊരു ക്യൂരിയോസിറ്റി കൂടുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകരൊക്കെയും കമൻറ്റ് ബോക്സിൽ സജീവമാണ്. സരോവരം പാർക്കിനെ പറ്റിയും കുംഭാവുരുട്ടിയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഓരോ ഇടങ്ങളും. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഓരോ സ്ഥലത്തെ പറ്റിയും. ഏതായാലും ഈ സ്ഥലങ്ങളൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് അനുഭവിക്കുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അപ്പം സരോവരം പാർക്കും കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടു. കുംഭാവുരുട്ടിയെ പറ്റി ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് മനോഹരമായ സ്ഥലം. പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് അങ്ങനെ അറിയാവുന്ന ഒരു ഇടം കൂടിയല്ല. പാലരുവി പോലെയോ തെന്മല പോലെയോ അത്ര സുപരിചിതമായ ഒരു ഇടമല്ല. അതുകൊണ്ടായിരിക്കാം കൂടുതൽ പേർക്ക് അതൊരു ക്യൂരിയോസിറ്റിയായി മാറുന്നത്. അപ്പോൾ ഇനി ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച ദുബായിലെ ആ പാർക്കിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. കൗതുകത്തോടൊപ്പം നിറയെ അറിവ് ലഭിക്കുന്ന ദുബായിലെ ഒരു പാർക്ക്. മുതലകളുടെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ സംരക്ഷണ കേന്ദ്രമാണിത്. മുതലകൾ നിറഞ്ഞ ആഫ്രിക്കയിലെ ഒരു തടാകക്കരയിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ഈ പാർക്കിലെത്തുന്നവർക്ക് അനുഭവപ്പെടുക. മുതലകളുടെ ജീവിതത്തെ അടുത്തറിയാനും അതിൻ്റെ സവിശേഷതകൾ നേരിട്ട് മനസ്സിലാക്കാനും ഈ പാർക്കിലെത്തുന്ന സന്ദർശകർക്ക് അവസരമുണ്ട്. ദുബായിലെ മുതല പാർക്കിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുതലകൾക്കായുള്ള മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ പാർക്ക് എവിടെയാണെന്നറിയാമോ? അത് ഇങ്ങ് ദുബായിലാണ്. മുതലകളെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡിൽ പരിപാലിക്കുന്ന ഇടം. ഇന്ന് അവിടേക്കാണ് നമ്മുടെ യാത്ര. മുതലകളെ തേടിയുള്ള യാത്ര. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മുതലകൾക്കായുള്ള ഉദ്യാനം. മുഷറഫ് പാർക്കിനടുത്തായാണ് 20,000 ചതുരശ്ര മീറ്ററിൽ അറിവും വിനോദവും സമ്മേളിക്കുന്ന ഈ ഒരു പാർക്കുള്ളത്. ഈ മതിൽക്കെട്ടിനപ്പുറത്ത് മുതലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പോകാം.
ഒരു ആഫ്രിക്കൻ തടാകത്തിന്റെ കരയിലൂടെ നടക്കുന്ന പ്രതീതി സന്ദർശകന്റെ മനസ്സിൽ ജനിപ്പിക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു തീമിലാണ് ഈ ഒരു പാർക്ക് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും അലസമായി നടന്നും വിശ്രമിച്ചും ആ കാണുന്ന രീതിയിലുള്ള മുതലകൾ. 250ഓളം നൈൽ മുതലകളുണ്ട് ഈ ഒരു ഉദ്യാനത്തിൽ. ഇത്തരത്തിൽ ഈ കാണുന്ന തരത്തിലുള്ള 3 തടാകങ്ങളിലായാണ് ഇവയെല്ലാം സംരക്ഷിച്ചിരിക്കുന്നത്. 6 മീറ്റർ നീളവും അതോടൊപ്പം തന്നെ 100 വയസ്സുവരെ ജീവിക്കാനുമുള്ള കഴിവുണ്ട് ഈ ഒരു ജീവികൾക്ക്. ഇവിടെ 4 മാസം പ്രായമുള്ളവ മുതൽ 25 വയസ്സുവരെയുള്ള മുതലകളെ ഇവിടെ സന്ദർശകർക്ക് കാണാനാകും. രണ്ടായിരത്തി 2023 ഈ ഒരു പാർക്ക് ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. മുതലകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്തരമൊരു പാർക്ക് UAE എങ്ങും കാണാൻ കഴിയില്ല. UAE ഏക പാർക്കാണിത്. അതോടൊപ്പം തന്നെ മുതലകൾക്ക് വേണ്ടി മാത്രമായുള്ള ഇത്ര വലിയ ഒരു പാർക്ക് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇവിടെ മാത്രമാണുള്ളത്. ടുണീഷ്യയിൽ നിന്നും മഡഗാസ്കറിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒക്കെയാണ് ഈ ഒരു മുതലകളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. തടാകത്തിലെ വെള്ളത്തിന്റെ താപനിലയും പ്രത്യേകമായി തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. വലിയ ചൂട് കാലത്ത് വെള്ളത്തിന്റെ താപനില ക്രമാതീതമായി ഉയരാൻ പാടില്ല. 28 മുതൽ 32 ഡിഗ്രി വരെ ഈ താപനില കൃത്യമായി ക്രമീകരിച്ചാണ് ഇവിടെ ഈ ഒരു പാർക്ക് പ്രവർത്തിക്കുന്നത്. അതിനായി പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫീഡിംഗ് പോയിന്റ്. ഇവിടെ വെച്ചാണ് ഈ മുതലകൾക്ക് തീറ്റ കൊടുക്കുക. ആഴ്ചയിൽ 3 ദിവസമാണ് ഇത്തരത്തിൽ ഈ മുതലകൾക്ക് ഫീഡ് ചെയ്യുന്ന ദിവസങ്ങൾ, വെള്ളി, ശനി, ഞായർ. ഈ 3 ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് അത് കൃത്യമായി തന്നെ കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിന് മുകളിലും കരയിലുമൊക്കെയാണല്ലോ സാധാരണ ഈ മുതലകളെ കാണാറുള്ളത്. വെള്ളത്തിനടിയിൽ അവരെങ്ങനെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ള അവരുടെ ആ ഒരു വിഷ്വൽ എങ്ങനെയായിരിക്കും, അത് കാണാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ. ആ കാണുന്ന തരത്തിൽ കൺപീലിയുള്ള ഒരു പ്രത്യേകതയാണ് ഇവർക്ക് വെള്ളത്തിനടിയിലുള്ള യാത്ര സുഗമമാക്കുന്നത്. വെള്ളത്തിനടിയിൽ 1 മണിക്കൂർ വരെ സമയം ശ്വാസം പിടിച്ചു നിൽക്കാനുള്ള കഴിവും ഈ മുതലകൾക്കുണ്ട്. തടാകക്കരയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള മണൽ കാണാം. ഗർഭിണിയായ മുതലകൾ ഈ മണലുകളിൽ വലിയ കുഴികൾ ഉണ്ടാക്കി അതിനുള്ളിലാണ് അവരുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. 40 മുതൽ 50 വരെ മുട്ടകൾ ഉണ്ടായിരിക്കും ഓരോ തവണയും. 3 മാസം കഴിഞ്ഞാണ് ഇവ മുതലക്കുഞ്ഞുങ്ങളായി പുറത്തു വരിക. അടുത്ത ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്, മ്യൂസിയം ഏരിയ. ഈ മുതലകളെ പറ്റി ശാസ്ത്രീയമായി അറിയാനും പഠിക്കാനുമുള്ള നിരവധി കാര്യങ്ങളാണ് ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത്. സന്ദർശകർക്ക് കൗതുകത്തോടൊപ്പം വലിയ അറിവും ഈ ഒരു മേഖലയിലെത്തിയാൽ ലഭിക്കും.
ജുറാസിക് യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു മുതലയുടെ വലിപ്പം എത്രയാണെന്ന് കാണണം. ഇതാ ഇത്രയുമാണ്. ഈജിപ്ഷ്യൻ നാഗരികതയിൽ മുതലകൾക്ക് വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. മുതലയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള സോബെക് എന്ന ദൈവം തന്നെ ഈജിപ്ഷ്യൻ നാഗരികതയിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ മുതലകളെ മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ്. അത്തരത്തിലുള്ള ഒരു മുതലയുടെ മമ്മിയുടെ രൂപമാണ് ഈ കാണുന്നത്. മ്യൂസിയം ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രോക്കഡൈൽസിന്റെ എവല്യൂഷൻ, അതിന്റെ ഹിസ്റ്ററി, നമ്മൾ ക്രോക്കഡൈൽസിനെ എന്തിനാ കൺസേർവ് ചെയ്യുന്നത്, എന്തിനാ അതിനെ സ്പെഷ്യാലിറ്റി എന്ന ക്രോക്കഡൈൽസിന്റെ സ്പെഷ്യാലിറ്റി എന്നാണ് അതിന്റെ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഈ മ്യൂസിയം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ക്രോക്കഡൈൽസ് ആക്ച്വലി ഇവോൾവ് ചെയ്തിരിക്കുന്നത് 355 മില്യൺ ഇയേഴ്സ് ആകും. നമ്മൾ ഈ ജുറാസിക് എറ ഒക്കെ ഉണ്ടായിരുന്നു, ആ സമയം മുതലേ ക്രോക്കഡൈൽസ് അവൈലബിൾ ആണ്. പക്ഷെ ആ സമയത്ത് ക്രോക്കഡൈൽസിന്റെ സൈസ് കുറെ വലുപ്പമുള്ള സൈസ് ആയിരുന്നു. അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഈ ക്ലൈമറ്റിക് ചേഞ്ചസും എർത്തിന്റെ ബിഹേവിയർ ഒക്കെ ചേഞ്ചസ് ആയ കാരണം കുറെ പ്രാവശ്യം അവർ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ആ ക്രോക്കഡൈൽസ് അവൈലബിൾ ആണ് ഈ എർത്തിൽ, പക്ഷെ അതിന്റെ സൈസ് വ്യത്യാസമുണ്ട്, അതിന്റെ മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്, അതിന്റെ കണ്ടീഷൻസിനൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രോക്കഡൈൽസിന്റെ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ മ്യൂസിയത്തിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാർക്കിലേക്ക് എത്തുന്നവരെ അല്പം ഭയം എനിക്കുണ്ടായിരുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ അതെല്ലാം മാറിയാണ് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വരുന്നത്. കുട്ടികൾക്കുൾപ്പെടെ മികച്ച അറിവ് മുതലകളെ പറ്റി ഈ പാർക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുബായിൽ നിന്നും ശരച്ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. വൈദ്യുവേന്റെ മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ സമയമെന്ന പഴയ ജോസ് പ്രകാശ് ഡയലോഗ് ഓർമ്മ വരുന്നെന്ന് അലി ആൽഫ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മുതലകളെ ഇത്ര അടുത്ത് ഇത്ര വിശദമായി നമ്മൾ ഇതുവരെ കണ്ടില്ല. എല്ലാവർക്കും ഒരു പൊതുവെ ഭൂരിപക്ഷം ആളുകൾക്ക് ഒരു പേടിപ്പെടുത്തുന്ന ജീവി തന്നെയായിരുന്നു മുതൽ. എന്നാലും ഇത്രയൊക്കെ വൈവിധ്യവും അതിൽ ഇത്രയൊക്കെ കൗതുകവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും അരുണിന്റെ റിപ്പോർട്ടാണ്. ദുബായിലെ പാർക്കാണ്. അതുപോലുള്ള പാർക്കുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ എത്തും ഉച്ചയ്ക്ക് 2 മണിക്ക്.